അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഉദ്ദേശിച്ച എത്ര വലിയ നമ്മളെ കഠിന ആഗ്രഹമാണെങ്കിലും നമ്മൾ നടക്കണം എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതാനുഭവ വെളിച്ചത്തിൽ അതിന് ഫലം കിട്ടിയ ഒരു അത്ഭുതമായ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കണില്ലേ, പക്ഷെ എങ്കിലും പറയാൻ വാക്കുകളില്ല. കാരണം അത്രക്കും മഹത്വമേറിയ, ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം നടന്ന് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കണം, എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പെട്ടെന്ന് നടന്ന് കിട്ടാൻ ഈ സൂറത്തിനെ കഴിഞ്ഞിട്ടേ വേറെ ഒന്നുള്ളൂ ഞാൻ പറയും. കാരണം ജീവിതാനുഭവ വെളിച്ചത്തിലാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അനുഭവത്തിൽ നമുക്ക് വരുമ്പോഴേ അറിയുള്ളൂ, നമ്മളെ അനുഭവ വെളിച്ചത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കത് പറയാൻ വാക്കുകൾ കിട്ടില്ല. കാരണം അത്രക്കും എഫക്റ്റീവാണത്. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും അറിയും, പക്ഷെ നമ്മളതൊന്നും ചെയ്യാതെ എൻ്റെ ആഗ്രഹം നടന്നില്ല എന്നുള്ള പരാതി നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള പ്രതിഫലം, അതിനുള്ള ഫലം നമുക്ക് തരുക തന്നെ ചെയ്യും. ചിലപ്പോൾ വൈകിക്കാണ്ടേക്കാരം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വരാനിരിക്കണ ഏതെങ്കിലും വിപത്താളെ തടയാൻ വേണ്ടിയിട്ടേക്കാരം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതിലൊരു സംശയവും വേണ്ട. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ദിവസം കൊണ്ട് 21 പ്രാവശ്യം സൂറത്തു ഫത്ത്ഹ് എല്ലാവർക്കും പരിചയമുള്ളൊരു സൂറത്താണ് അല്ലേ സൂറത്തു ഫത്ത്ഹ്. ഈ സൂറത്തിനെ 21 പ്രാവശ്യം, അത് 3 ദിവസം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ പണികളും കാരണം നമുക്ക് ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും, നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് അങ്ങനെ ഈ 3 ദിവസം കൊണ്ട് 21 സൂറത്തു ഫത്ത്ഹ് ഓതി തീർത്തു. അൽഹംദുലില്ലാ, ഞാൻ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച് എഴുതി തള്ളപ്പെട്ട എൻ്റെ ആഗ്രഹം നടന്നു കിട്ടി. അൽഹംദുലില്ലാ. എത്ര പറഞ്ഞാലും അത് തീരില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ പറയും, ഇത് നീട്ടി പറയാണ്, ഇതാണെന്നൊക്കെ പറയും. എന്താണെങ്കിലും പറഞ്ഞോളി, പക്ഷേ നമ്മളെ ആഗ്രഹം, നമ്മൾ മനസ്സിൽ വിചാരിച്ചത്, നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മളൊരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിപ്പിച്ച് തരുമ്പോൾ നമുക്കതിനൊരു അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രക്കും സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നിറവേറ്റി തരട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.